യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷമായും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയുമായിരിക്കുക. ഇത് ദൈവം നമുക്ക് നൽകുന്ന ചില അവസരങ്ങളാണ്. ദൈവം ഒരു നല്ല അനുഗ്രഹത്തിനായി, നല്ലൊരു നാളേക്കായി, നല്ലൊരു സമൂഹത്തിനായി, നല്ലൊരു കുടുംബത്തിനായി ഒക്കെയും വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒരുക്കുന്ന സമയമാണ്. ഇത് ദൈവാനുഗ്രഹമാണ്. ഒരു കുടുംബമായിരുന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, അയൽവക്കങ്ങളിലൊക്കെയും ഇരുന്ന് ഈ വചനം സഭാവ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത് തീർച്ചയായും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഒന്നാണ്. ദൈവസ്നേഹത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൽ ആ ഒരു വിഷയത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 15 ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന വേദന, നമ്മളെടുക്കുന്ന റിസ്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മളെടുക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും അധികമാരും കണ്ടു എന്ന് വരില്ല. പക്ഷെ നമ്മുടെ മേൽ വരുന്ന വിജയത്തെ അനേകർ കാണാനിടവരും. നമ്മൾ അനുഭവിക്കുന്ന പ്രഷർ, ടെൻഷൻ, പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെലവഴിച്ച സമയം, ഇതൊന്നും അധികം പേര് കണ്ടു എന്ന് വരില്ല. പക്ഷെ നമ്മുടെ മേൽ ദൈവം തരുന്ന ആ വിജയത്തെ, ആ ഒരു നന്മയെ അനേകർ കാണാൻ ഇടവരും. മറ്റുള്ളവർക്കത് തിരിച്ചറിയാൻ കഴിയത്തക്ക വിധം അതൊരു നന്മയായും സൗഖ്യമായും ദൈവാനുഗ്രഹമായും വെളിപ്പെടും. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ആദ്യം തന്നെ പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ അയച്ചു തന്ന ഓരോ പ്രാർത്ഥനകളും, ഫോട്ടോ പതിപ്പിച്ച നിയോഗങ്ങളും ഞങ്ങളുടെ ഈ വചനം പറയുന്ന ഈ അൽത്താരയിലുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിക്കുകയും അങ്ങ് ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ അവരെ നയിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ഈ അധ്യായം 11-ാം അധ്യായം തുടങ്ങുന്നത് ലാസർ രോഗിയാണ് എന്ന വിവരം യേശുവിനെ അറിയിച്ചതായി കാണാൻ പറ്റും. പക്ഷേ യേശു ആ നിമിഷം അവരുടെ വീട്ടിലേക്ക് പോയില്ല. ലാസർ രോഗിയാണ്, മരിക്കാറായി കിടക്കുവാണ്, അത്യാവശ്യമായിട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു, പറഞ്ഞിരുന്നു. പക്ഷേ യേശു പോയില്ല. യേശു പോയത് 4 ദിവസം കഴിഞ്ഞാണ്. അവിടെ ചെന്ന് നമ്മൾ കാണുന്നു, ലാസർ മരിച്ചിട്ട് 4 ദിവസമായെന്ന് യേശു അറിഞ്ഞു. ഈ വചനം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോഴേ, യേശുവിൻ്റെ അടുത്ത് ലാസർ രോഗമായി വയ്യാതിരിക്കുന്ന ഒരു പ്രതിസന്ധി സീരിയസ് ആയ സമയത്ത് ആളുകൾ ചെന്ന് പറഞ്ഞിരുന്നു, അല്ലെ പ്രിയപ്പെട്ടവർ പറഞ്ഞു. അന്നേരം തന്നെ യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും വചനം പറയുക? ലാസർ രോഗിയായിരുന്നു. യേശുവിനെ വിവരം അറിയിച്ചു. യേശു ഉടനെ വന്ന് പ്രാർത്ഥിച്ചു. രോഗം സൗഖ്യമായി. ഒരത്ഭുതമായി അതങ്ങ് പറയും. എന്നാൽ 4 ദിവസം കഴിഞ്ഞ്, 4 ദിവസം അവർ കാത്തിരുന്നു. 4-ാമത്തെ ദിവസം യേശു വന്നപ്പോൾ അത് മഹാ അത്ഭുതമായിട്ട് മാറി. അത് മഹാ അത്ഭുതമായി മാറി. ആദ്യമൊക്കെ ഇച്ചിരി വിഷമവും
ഇച്ചിരി നിരാശയൊക്കെ തോന്നിക്കാണും. പറഞ്ഞിട്ടും വന്നില്ലല്ലോ, ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും ഒന്നും വന്നുപോലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കാണും പ്രിയപ്പെട്ടവർ. എന്നാലും ശ്രദ്ധിക്കുക, 4 ദിവസം കഴിഞ്ഞ് യേശു വന്ന് യേശുവോടൊന്ന് പ്രാർത്ഥിച്ചു. അതൊരു മഹാ അത്ഭുതമായിട്ട് മാറി. അതുകൊണ്ടാണ് ലാസർ മരിച്ചു, ചെയ്യാൻ തുടങ്ങി, ഇനിയൊരു പ്രതീക്ഷയില്ല, ഇനിയൊരു തിരിച്ചുവരവില്ല എന്നൊക്കെയും വിധി എഴുതിയ സ്ഥലത്ത് സാഹചര്യത്തിൽ നിന്ന് യേശു ലാസറിനെ പുറത്തു കൊണ്ടുവന്നു ജീവനോടെ. ഒരു കേടോ കുറവോ ഇല്ലാത്തവനായി പുറത്തു കൊണ്ടുവന്നു. എന്തിനാ ഇത് പറഞ്ഞത്? ചിലരൊക്കെ ഇങ്ങനെ പറയും, ഞങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, നിയോഗം വെച്ചിട്ട് കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ അല്പസമയം എടുക്കേണ്ടി വന്നാലും അത് അത്ഭുതമായി മാറാനുള്ളതല്ല, അത് മഹാ അത്ഭുതമായി മാറാനുള്ളതാണ്. അത് മഹാ അത്ഭുതമായിട്ട് മാറും. അത് ചുറ്റും നിൽക്കുന്നവർ പോലും അത്ഭുതപ്പെടും. യേശു ആ ദിവസം തന്നെ വന്നായിരുന്നെങ്കിൽ അതൊരു സാധാരണ ഒരു അത്ഭുതമായിട്ട് മാറിയേനെ. യേശു വന്നു, പ്രാർത്ഥിച്ചു, പുള്ളിയുടെ രോഗമൊക്കെ മാറി, ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അങ്ങനെ എഴുതിപ്പോയേനെ. മരിച്ചു, അടക്കി, ചെയ്യാൻ തുടങ്ങി, 4 ദിവസമായി, ദുർഗന്ധം ഉണ്ടായിരിക്കും, കല്ല് മാറ്റണ്ട എന്ന് സഹോദരിമാർ പറഞ്ഞു. യേശു ലാസറെ പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ചുറ്റും നിൽക്കുന്നവർ ആ ദേശത്തും അത് വലിയ ഒരു അത്ഭുതമായിട്ട് മാറി. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇതിനു മുമ്പ് എന്തേരം പ്രാർത്ഥിച്ചതാ, ഇതൊക്കെ എന്തേരം കണ്ടതാ കേട്ടതാ. അങ്ങനെ ചിന്തിക്കരുത്. ചിലതൊക്കെ നമ്മൾ ഇച്ചിരി കാത്തിരുന്നാലും ചില വേദനയും വിഷമവും നിരാശയൊക്കെ നമുക്ക് തോന്നും. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, പിള്ളേർക്ക് വേണ്ടി കഴിഞ്ഞ വർഷവും പ്രാർത്ഥിച്ചതല്ലേ, അതിനു മുമ്പിലത്തെ വർഷവും പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ടും എൻ്റെ കൊച്ചിന്, എൻ്റെ മകന് ഒരു മാറ്റവും ഉണ്ടായില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ ചില കാത്തിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ഭയങ്കര വിഷമമായിരിക്കും. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇനി ഞാൻ എങ്ങോട്ടുമില്ല, ഇനി ഞാൻ ഒരു വചനവും കേൾക്കുന്നില്ല, ഇനി ഒരു വചനവും ഞാൻ എഴുതുന്നില്ല, വിശ്വസിക്കുന്നില്ല, ബൈബിളെ വായിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടിയില്ല, അങ്ങനെ ഒരു വിഷമമുണ്ടോ? പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം തന്നെ, ഒരു മഹാ അത്ഭുതം തന്നെ ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നാളുകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് ലാസർ എന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും നമ്മുടെ ജീവിതവും ചിന്തിച്ച് നോക്കിക്കേ. പല കാര്യങ്ങളും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കുറേ പ്രാർത്ഥിച്ചതല്ലേ, കുറേ നിയോഗം എഴുതിയതല്ലേ, കുറേ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചതല്ലേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന നിർത്തുമ്പോഴാണ് പല അനുഗ്രഹങ്ങളുടെയും സൗഖ്യങ്ങളുടെയും വിടുതലിൻ്റെയും ആ വാതിൽ അടഞ്ഞു പോകുന്നത്. പ്രാർത്ഥന നിർത്തരുത്. ചിലപ്പോൾ നമുക്കെല്ലാ ദിവസവും ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ച് 10 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും നമുക്കുള്ളത്. ഒരു 10 ദിവസം പ്രാർത്ഥിച്ച് 100 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുമ്പോഴേ ഉറക്കം വരാം, ഭയങ്കര ക്ഷീണം തോന്നാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഒരു വിശ്വാസവും വരത്തില്ല. പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യവും നമുക്ക് ചിന്തിക്കുന്ന സാഹചര്യം വരും. സാരമില്ല, ഇപ്പോൾ വിശ്വസിച്ചേ. ലാസറിനെ ആ ചെയ്യാൻ തുടങ്ങിയ ആ കല്ലറയ്ക്കകത്തുനിന്ന്, ആ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ എൻ്റെ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവവും എന്നെ പുറത്തു കൊണ്ടുവരും. ഒരു ദിവസം താമസിച്ചാലും 1-2 ദിവസം വൈകിയാലും ഒരു മഹാ അത്ഭുതം എൻ്റെ ജീവിതത്തിന് സംഭവിക്കും. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾ തകർന്നിരിക്കുന്നത്, കുഴിയിലായിരിക്കുന്നത്, ചെയ്യാൻ തുടങ്ങിയത്, ആകെ തകർന്നിരിക്കുന്നത്, അവിടെ നിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. പിള്ളേർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അതാ പറയുന്നത്. അവർ ചില കുഴികളിലാണ്, അവർ ചില തെറ്റായ ബന്ധങ്ങളിലാണ്, ചിലർ വഴിതെറ്റിയ ജീവിത സാഹചര്യങ്ങളിലാണ്, ചിലർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ചിലർക്ക് ഫോൺ അഡിക്ഷനാണ്,
അവർ പഠിക്കുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല. പലതരം കുഴിയിൽ നിന്നാണ് ലാസറിനെ ആ കുഴിയിൽ നിന്ന്, ആ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവെ, അനുഗ്രഹത്തോടെ ഒരു വിടുതൽ അനുഭവിച്ച്, ദൈവസ്നേഹം അനുഭവിച്ച്, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളുടെ തലമുറയെ പുറത്തു കൊണ്ടുവരണമേ. മക്കളിൽ അത്ഭുതങ്ങൾ ചെയ്യാനിടയാകണമേ. ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധം അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. ഒരു അത്ഭുതമല്ല ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നത്. അനേകർക്ക് അത്ഭുതമാകുന്നൊരു മഹാ അത്ഭുതം തന്നെ. ചില വ്യക്തികളൊക്കെ മാറി വരുമ്പോൾ ചിലർ പറയാറുണ്ട്, ഓ ആ വ്യക്തി മാറിയോ, ആ വ്യക്തി ഇങ്ങനെയൊന്നും മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല കേട്ടോ. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അനേകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാ അത്ഭുതം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ആയിരക്കണക്കിന്, എണ്ണിയിട്ടില്ല, ഏകദേശം അത് 2000-ലധികമുണ്ട് ഇപ്പോൾ കിട്ടിയത് തന്നെ. അവരെ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഈ ആലയത്തിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എഴുതി കിട്ടിയ നിയോഗങ്ങൾ, ഒപ്പം ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതേ കാര്യത്തെ എഴുതി വച്ചും പറഞ്ഞും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ പറയുമ്പോൾ മക്കളുടെ പേരൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്തേരെ. എൻ്റെ മകൻ, എൻ്റെ 2ാമത്തെ മകൾ, 3ാമത്തെ മകൻ, 4ാമത്തെ മകൾ, ഓരോ മക്കളുടെയും പേരോർക്ക്. എന്നിട്ട് അവരെ മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കേട്ട വചനം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് മാറ്റമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അത്ഭുതമല്ല സംഭവിക്കുന്നത്, മഹാ അത്ഭുതം തന്നെ സംഭവിക്കും. അത് വിശ്വസിക്ക്. മാറ്റം വരുത്തുന്ന ദൈവമുണ്ട്. ചീഞ്ഞ സ്ഥലത്തു നിന്ന്, ചെയ്യാൻ തുടങ്ങിയ സ്ഥലത്തു നിന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് ജീവിതത്തിലും ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊരു പക്ഷേ മറ്റു പല വിഷയങ്ങളിൽ വിഷമിക്കുന്നവരുണ്ടാകും. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ വിശ്വസിക്കുക, എൻ്റെ ദൈവം ഈ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിച്ചേ, മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതും വിവിധ കുടുംബങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായ സകലരെയും, സകല കുഞ്ഞുങ്ങളെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച്, അങ്ങയുടെ വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. പ്രാർത്ഥനയോടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, തീരുമാനത്തിലുണ്ടായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങളും അത്ഭുതമാക്കി മാറ്റണമേ. അനേകർ ഇതിൽ പങ്കെടുക്കാനിടയാകട്ടെ. ഇതിൽ നിങ്ങളുടെ ഇടവകയിലുള്ളവർ, നിങ്ങളുടെ നാട്ടിലുള്ളവർ, കുടുംബക്കാർ, ദേശക്കാർ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ സകലരും അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടാനുള്ള നിയോഗത്തോടെ പങ്കെടുക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നല്ലൊരു നാളേക്കായി, നല്ലൊരു കുടുംബജീവിതത്തിനായി, നല്ലൊരു തലമുറയ്ക്കായി ഒക്കെ നമ്മളെ ഒരുക്കുന്ന സമയമാണിത്. നല്ലൊരു നാളേക്കായി നമ്മളിടുന്ന അടിത്തറയാണ് ഓരോ പ്രാർത്ഥനയും. നമ്മളിടുന്ന അടിത്തറയാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും ഈ പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുക. ഈ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന സമയം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.